ശ്രീ ഗോപാലകൃഷ്ണൻ പ്രധാനപ്പെട്ട ഒരു അഭിഭാഷകനാണല്ലോ. സുപ്രീം കോടതിയുടെ ഒരു വിധിന്യായത്തെ ഇങ്ങനെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് പ്രധാനപ്പെട്ട ചാനലിൽ വന്ന് പറയാമോ? ജനുവരി മാസത്തിൽ ചോദ്യം ചെയ്യലിന് സഹകരിച്ചതിന് ശേഷം ഫെബ്രുവരി മാസം 9 ആ കേസ് വെച്ചു. അറ്റ് പ്രസന്റ് ദ മാറ്റർ ബെയിൽ ആപ്ലിക്കേഷൻ ഈസ് പെൻഡിംഗ് ബിഫോർ സുപ്രീം കോർട്ട്. ഒരു ഇടക്കാല ഉത്തരവിലൂടെ അറസ്റ്റിൽ നിന്ന് സംരക്ഷണം കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ചർച്ചയിൽ വന്നിട്ട് ഇന്ന് പറയുകയാണ്, സുപ്രീം കോടതി ജാമ്യാപേക്ഷ തള്ളിയ ആളെ ചോദ്യം ചെയ്ത് വിട്ടയച്ചു, അതിന് പകരം തന്ത്രിയെ അറസ്റ്റ് ചെയ്തു. തെറ്റിദ്ധരിച്ചിരിക്കുക. ഇദ്ദേഹം ഒരു സാധുവും പരമപരോപകാരിയുമാ. 98 ഇവിടെ ദ്വാരപാലക ശില്പത്തിനും അതുപോലെ തന്നെ ശ്രീകോവിലിനുമെല്ലാം സ്വർണം പൂശി എന്ന അറിവുള്ളയാളാണ് തന്ത്രി. ഒരിക്കൽ പൂശിക്കഴിഞ്ഞാൽ പിന്നെ അതിലേക്ക് പ്രത്യേകിച്ച് പൂശേണ്ട കാര്യമില്ല. അത് അഴിച്ചെടുക്കുന്നതിന് മുമ്പ് നടത്തേണ്ടിയിരുന്ന കൃത്യമായിട്ടുള്ള അനുജ്ഞ വേണം. അതോടെ തന്നെ ദേവന്റെ അനുജ്ഞ വാങ്ങാതെയും അതുപോലെ താന്ത്രിക നടപടി പാലിക്കാതെയും ഇട്ട് അഴിച്ചെടുക്കുന്നു. മാനുവലിന് വിരുദ്ധമായി പുറത്തേക്ക് കൊടുത്തുവിടുന്നു. അത് ഒരു വ്യക്തിയുടെ കയ്യിൽ തന്നെ കൊടുത്തുവിടുന്നു. ആരും അതിനെ അനുബന്ധിച്ച് പോകുന്നില്ല. ദിവസങ്ങൾ കഴിഞ്ഞും തിരിച്ചു വരുന്നില്ല. 40 ദിവസം കഴിഞ്ഞ് തിരിച്ചു കൊണ്ടുവരുന്നു, തൂക്കമെടുക്കുന്നു, തൂക്കത്തിൽ വ്യത്യാസം കാണുന്നു. ഈ ഘട്ടത്തിലെല്ലാം തന്ത്രി അവിടെ കൃത്യമായി ആത്മീയ കാര്യങ്ങളിൽ ഏറ്റവും ടോപ്പായിട്ടിരിക്കുന്ന വ്യക്തി ദേവസ്വം ബോർഡിനെ അറിയിക്കണം. ശരിക്കും ആചാര ലംഘനം നടന്നിരിക്കുന്നു എന്ന് ദേവസ്വം ബോർഡിനെ അറിയിക്കണം. ഇത്തരത്തിൽ ഓരോ ഘടകം എടുത്ത് പരിശോധിച്ചാലും തന്ത്രിയുടെ ഒരു റോള് നമുക്ക് വ്യക്തമാണ്. ഇതിൽ ഏറ്റവും ഗുരുതരമായ ഉത്തരവാദിത്വമുള്ളത് ദേവസ്വം ബോർഡിനാണ്. സർക്കാർ നിയോഗിച്ച ദേവസ്വം ബോർഡിനാണ്. പാർട്ടി നേതാക്കൾ അംഗങ്ങളായിട്ടുള്ള ദേവസ്വം ബോർഡിനാണ്. അതിനുശേഷമേ തന്ത്രി വരുന്നുള്ളൂ. ഈ ജയിലിൽ കിടക്കുന്ന പാർട്ടി നേതാക്കളായിട്ടുള്ള ആളുകൾ അടക്കമുള്ളവരുണ്ടല്ലോ, അവർക്ക് ശേഷമേ തന്ത്രി ഇതിൽ പ്രതിയാവുന്നുള്ളൂ. ശ്രീ അരുൺകുമാർ, തലയ്ക്ക് വല്ല അസുഖമുണ്ടോ? ഇല്ല. പിന്നെ എന്താ ശബരിമലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആത്മീയ കാര്യമുണ്ട്, ഭരണപരമായ കാര്യമുണ്ട്. ശ്രീ അരുൺകുമാർ, അതില് ദേവന്റെ അനുവാദം അനുജ്ഞ വാങ്ങുക എന്നുള്ളത് അതിന്റെ ഭാഗമാണ്. പക്ഷേ ഇത് ഭരണപരമായ കാര്യമാണ്. അവിടെ ദേവസ്വം മാനുവലിന് വിരുദ്ധമായി, ഹൈക്കോടതി ഉത്തരവിന് വിരുദ്ധമായി ഇതെല്ലാം കൊണ്ടുപോയത് സർക്കാർ നിയോഗിച്ച ദേവസ്വം ബോർഡിന്റെ ഉത്തരവിനനുസരിച്ചാണെന്ന് എന്തോ ഒരു കാരണമില്ലേ? ഉണ്ട്. മറ്റൊരു പ്രതിയുടെ റിമാൻഡ് റിപ്പോർട്ട് കൊടുത്തപ്പോ ആ റിമാൻഡ് റിപ്പോർട്ടിൽ ഈ തന്ത്രിയെ അറസ്റ്റ് ചെയ്യുന്ന വിവരമില്ല, തന്ത്രിയെ അറസ്റ്റ് ചെയ്യാൻ പോകുന്ന വിവരമില്ല. അതെങ്ങനെ ഉണ്ടാകും മിസ്റ്റർ? ഏറ്റവും നമ്മുടെ മുന്നിൽ നിരവധി റിമാൻഡ് റിപ്പോർട്ട് കണ്ടിട്ടില്ലേ? ഒരു പ്രതിയെ അറസ്റ്റ് ചെയ്താൽ ആ പ്രതിയെ എന്തിനു വേണ്ടിയിട്ടാണ് റിമാൻഡ് ചെയ്യുന്നത്? അദ്ദേഹത്തിന് ജാമ്യം അനുവദിച്ചാൽ അത് അന്വേഷണത്തെ ഏതെല്ലാം തരത്തിൽ ബാധിക്കുമെന്ന് എക്സ്ക്ലൂസീവ് കൃത്യമായി ആ പ്രതിയെ കുറിച്ചിട്ടാണ് റിമാൻഡ് റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് ഇന്നലെ ഫയൽ ചെയ്ത റിമാൻഡ് റിപ്പോർട്ടിൽ ഈ പ്രതിയെ കുറിച്ചില്ല. അത് ടൈംസ് ഓഫ് ഇന്ത്യ തൊലിക്ക് നല്ല കട്ടിയാണല്ലേ. ഇനി ഇപ്പൊ ഇത്തിരി നാറിയാലും അത് ഞാൻ അങ്ങോട്ട് സഹിക്കും. ഇപ്പൊ ഉള്ളതിനേക്കാൾ കൂടുതൽ നാറരുതെന്ന് എനിക്ക് പ്രാർത്ഥനയുള്ളൂ. ഗോപാലകൃഷ്ണൻ ഉന്നയിച്ച ചോദ്യം, സുപ്രീം കോടതി വരെ പോയി നിയമ പോരാട്ടം നടത്തിയിട്ടും രക്ഷയില്ലാത്ത ഒരു ബോർഡംഗത്തെ ഇപ്പോഴും അറസ്റ്റ് രേഖപ്പെടുത്തുക പോലും ചെയ്യാതിരിക്കുകയും തന്ത്രിയെ അറസ്റ്റ് ചെയ്യുകയും ചെയ്യുമ്പോൾ സംശയങ്ങൾ ഉണ്ടാകുന്നത്. സുപ്രീം കോടതി വരെ പോയി പരാമർശം നീക്കി കിട്ടാൻ പോയിട്ടും രക്ഷയില്ലാതെ തിരിച്ചു വന്ന ശങ്കർദാസ് എന്ന ബോർഡംഗത്തിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തുക പോലും ചെയ്യാത്തത് എന്തുകൊണ്ടാണ്? അത് അറസ്റ്റുമായി ബന്ധപ്പെട്ടുകൊണ്ടല്ലോ, ഒരു ഓർഡറിലെ പരാമർശവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. ഇവിടെ അന്വേഷണ ഏജൻസി ഏതെങ്കിലും തരത്തിൽ വീഴ്ച വരുത്തുകയോ ഏതെങ്കിലും തരത്തിൽ കൃത്യവിലോപം നടത്തുകയോ ഏതെങ്കിലും പ്രതിയെ സംരക്ഷിക്കാൻ ശ്രമിക്കുകയോ ചെയ്താൽ ഈ ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് വെറുതെ ഇരിക്കുകയോ? കൃത്യമായി 13 ഇടക്കാല ഉത്തരവ് പുറത്തിറങ്ങിയിട്ടില്ലേ? എത്ര ഉത്തരവിന്റെ ഭാഗമായി നമ്മൾ ചർച്ച നടത്തി? ഈ അരുൺകുമാർ ആടിനെ പട്ടിയാക്കുകയാണ്. ഒന്നെങ്കിൽ അരുൺകുമാറിന് ക്രിമിനൽ ലോയെ കുറിച്ച് ഒരു വിവരവുമില്ല, ക്രിമിനൽ കേസിനെ കുറിച്ചും വിവരമില്ല, ക്രിമിനൽ കേസിൽ പോലീസ് എടുക്കുന്ന നടപടികളെ കുറിച്ചും വിവരമില്ല. അതല്ലെങ്കിൽ അദ്ദേഹം ഇവിടെ വന്നിട്ടിരുന്ന് മെഴുകുകയാണ്, AKG സെന്ററിലെ ഗുളിക കഴിച്ച് മെഴുകുകയാണ്. എന്റെ മിസ്റ്റർ അരുൺകുമാർ, ഞാനൊരു പ്രധാനപ്പെട്ട കാര്യം പറയട്ടെ. ഞങ്ങളൊക്കെ ക്രിമിനൽ കേസ് ധാരാളം നടത്തുന്ന ആളുകളാണ്. നിലവിൽ പ്രതിയായിട്ടുള്ള ഒരു പ്രതി, നിലവിൽ FIR-ൽ പ്രതിയായിട്ടുള്ള പ്രതി, നിലവിൽ പ്രതി ഹൈക്കോടതി പോകുന്നു, സുപ്രീം കോടതി പോകുന്നു ആൻറ്റിസിപ്പേറ്ററിക്ക്. ആ ആൻറ്റിസിപ്പേറ്ററി സുപ്രീം കോടതിയും ഹൈക്കോടതിയും തിരസ്കരിക്കുന്നു. അയാളെ അറസ്റ്റ് ചെയ്യുന്നില്ല. അയാളെ അറസ്റ്റ് ചെയ്യാതെ ഇന്നലെ വരെ പ്രതി അല്ലാത്ത ഒരാളെ ചോദ്യം ചെയ്ത് പ്രതിയാക്കി അറസ്റ്റ് ചെയ്യുന്നു. മര്യാദകേടല്ലോ ഇൻവെസ്റ്റിഗേഷൻ ചെയ്യുന്നത്. എന്നിട്ട് പറയുന്നത് ഇൻവെസ്റ്റിഗേഷൻ തീരുമാനിക്കും എപ്പോൾ അറസ്റ്റ് ചെയ്യണമെന്ന്. അത് ശരിയാ. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത്
അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് മന്ത്രിയെ കാണാൻ ഇൻവെസ്റ്റിഗേഷൻ പോയപ്പോൾ അത് രഹസ്യമായി, കടകംപള്ളിയെ കാണാൻ പോയപ്പോൾ മിണ്ടിയില്ല, രാജീവ് തന്ത്രിയെ കാണാൻ ഈ തന്ത്രിയെ കാണാൻ പോയപ്പോൾ പരസ്യമാക്കി. തന്ത്രിയെ കാണാൻ പോകുമ്പോൾ പരസ്യമാക്കിയ ആളുകൾ എന്തുകൊണ്ട് കടകംപള്ളിയുടെ മുമ്പിൽ പോയപ്പോൾ രഹസ്യമാക്കി? രണ്ടാമത്തെ ചോദ്യം, ഞാൻ ചോദിച്ച ചോദ്യം പ്രകടമല്ലേ? ഇന്നലത്തെ ടൈംസ് ഓഫ് ഇന്ത്യയുടെ വാർത്ത റിമാൻഡ് റിപ്പോർട്ടിൽ എന്തെങ്കിലും അല്ല പറഞ്ഞിരിക്കുന്നത്. റിമാൻഡ് റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് ഈ കാര്യങ്ങൾക്ക് തന്ത്രിക്ക് അറിയില്ല എന്നാണ്. തന്ത്രിയോട് ചോദിച്ച് അനുവാദം വാങ്ങാതെയാണ് പോറ്റി ഇതൊക്കെ ചെയ്തെന്നാണ് ഇന്നലത്തെ ടൈംസ് ഓഫ് ഇന്ത്യ, അതായത് ശശിധരൻ എന്ന് പറയുന്ന SITയുടെ ഉദ്യോഗസ്ഥൻ കൊടുത്ത ഹൈക്കോടതിയിൽ കൊടുത്തിരിക്കുന്ന റിമാൻഡ് റിപ്പോർട്ടിലെ പ്രധാനപ്പെട്ട ഭാഗം. അപ്പം ഇന്നലെ വരെ അവരുടെ അന്വേഷണത്തിൽ തന്ത്രിക്ക് ഇവിടെ ഒരു ഉത്തരവാദിത്വവുമില്ല. തന്ത്രി ഇത് അറിഞ്ഞിട്ടില്ല. ഞാൻ തന്ത്രിയെ ന്യായീകരിക്കില്ല. തന്ത്രി തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്ത്രി അന്വേഷണ പരമ്പരയിൽ ഉണ്ടാവണം. തന്ത്രി തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്ത്രിയെ അറസ്റ്റ് ചെയ്യാം. പക്ഷെ എൻ്റെ ചോദ്യം, തന്ത്രിയെ വെച്ച് മന്ത്രിയെ രക്ഷിക്കുക, തന്ത്രിയെ വെച്ച് ശങ്കർദാസിനെ സംരക്ഷിക്കുക, അതും ശരിയാണല്ലോ. നിർത്തി അവമാനിക്കുവാണെന്ന്. ഇതാണ് രണ്ട് കാര്യമാണ് ഇതിനകത്തുള്ളത്. ഒന്ന്, ഒരു വെടിക്ക് രണ്ട് പക്ഷി. ഞാൻ നേരത്തെ പറഞ്ഞു 2019 ശബരിമല കേസിൽ ഈ തന്ത്രിയാണ് അഫിഡവിറ്റ് കൊടുത്തിരിക്കുന്നത്. ശബരിമലയിൽ ഈ നാട്ടിലെ അയ്യപ്പ ഭക്തന്മാരുടെ ചങ്ക് നീർന്ന വിഷയമാണ് പിണറായി ചെയ്തത്. അത് ആചാര ലംഘനം പിണറായി പറഞ്ഞിട്ട് ചെയ്തു എന്ന് പറഞ്ഞ് അഫിഡവിറ്റ് കൊടുത്ത അതേ തന്ത്രി ആചാരം ലംഘിച്ചു എന്ന് പറഞ്ഞ് ഒരു കേസെടുത്താൽ സ്വാഭാവികമായിട്ടും 9 അംഗ ബെഞ്ചിന്റെ മുമ്പിൽ ഇവർക്ക് ഈ ശബരിമലയെ തകർക്കാൻ, യുവതീ പ്രവേശനം നടത്താൻ ഒരു അനുമതി കിട്ടുന്നതിന്റെ ലക്ഷ്യമാണ്. ഉരുള വാങ്ങുന്നു, എണ്ണി മരുത്തോട് കാശ് വാങ്ങുന്നു. കാരണന്മാർ പറഞ്ഞ വളരെ ശരിയാ. ഇവന്റെ ഒക്കെ കൂടെ ചേരണ്ടാൻ നിൽക്കണം, ഇന്നെ ചവിട്ടാൻ ആളില്ലാഞ്ഞിട്ടാണ്. പ്രശ്നമൊക്കെ തീർന്നല്ലോ, എല്ലാവർക്കും ബോധ്യപ്പെട്ടല്ലോ. പക്ഷേ അതൊക്കെ വളരെ ഗൂഢാലോചനയാണ്. ഞാൻ തന്ത്രിയെ ന്യായീകരിക്കില്ല. തന്ത്രി തെറ്റ് ചെയ്താൽ അറസ്റ്റ് ചെയ്തോട്ടെ. പക്ഷെ എൻ്റെ ചോദ്യം, ശങ്കർദാസിനെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല? എൻ്റെ ചോദ്യം, എന്തുകൊണ്ട് കടകംപള്ളിയെ അറസ്റ്റ് ചെയ്യുന്നില്ല? എന്തുകൊണ്ട് കടകംപള്ളിയെ നിങ്ങൾ ചോദ്യം ചെയ്യുന്നത് രഹസ്യമാക്കി വെച്ചു? എന്തുകൊണ്ട് ശങ്കർദാസിന്റെ മകന് ഹരിശങ്കർക്ക് ഇപ്പോൾ എറണാകുളത്തിന്റെ ചാർജ് കൊടുത്തു? ഇതെന്തോ ആർക്കും മനസ്സിലാവില്ലെന്ന. എറണാകുളത്തിന്റെ ചാർജ് ശങ്കർദാസിന്റെ മകന് കൊടുക്കണമെങ്കിൽ അതിന്റെ പിന്നിൽ ലക്ഷ്യമുണ്ട്. അതൊരു പൊളിറ്റിക്സാ. ഹൈക്കോടതി കിടക്കുന്നത് എറണാകുളത്താണ്. ഇത് ആടിനെ പട്ടിയാക്കുന്ന സമീപനമൊന്നും ഇങ്ങോട്ട് വേണ്ട. പിണറായി വിജയൻ തന്ത്രിയെ അറസ്റ്റ് ചെയ്താൽ രക്ഷപ്പെടുമെന്ന് വിചാരിക്കേണ്ട. ഒരു മയത്തിലൊക്കെ എനിക്കറിയാൻ മേലാത്തോണ്ട് ചോദിക്കുക കുഞ്ഞെ, നിനക്ക് എങ്ങനെ സാധിക്കുന്നത്? എനിക്ക് ഒരൊത്തും പിടിയും കിട്ടുന്നില്ല നിന്റെ കാര്യത്തില്. തൽക്കാലം ഇത്രയും മതി, വരട്ടെ.